Good morning, my dear students. Today we gonna discuss about the fixed income securities and types of fixed income securities. Okay, first of all, we have to know what is fixed income securities. Fixed income security means these are the debt instruments issued by government or corporation in order to raise the finance and also expand their operations. ഓക്കെ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസോ അവരുടെ കമ്പനിയിലെ ഫിനാൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫിക്സഡ് റിട്ടേൺ, ദറ്റ് ഈസ് ഫിക്സഡ് പീരിയോഡിക് പേയ്മെൻറ്റ്, ഓൾസോ പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി. അതായത് കമ്പനീസോ ഗവൺമെൻറ്റ്സോ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആരാണോ അവരുടെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് അവർക്ക് ഫിക്സഡ് പീരിയഡ് പേയ്മെൻറ്റ്സ് കൊടുക്കും. അതായത് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഡിവിഡൻഡ് ആയിരിക്കും. അത് അവരെന്ത് ചെയ്യും? ഓരോ വർഷവും ഫിക്സഡ് ആയിട്ട്, അല്ലെങ്കിൽ 6 മന്ത്സ് കൂടുമ്പോഴായിരിക്കും, എപ്പോഴാണോ ആ പീരിയോഡിക് പേയ്മെൻറ്റ് എഗ്രി ചെയ്തേക്കുന്നത് ആ സമയത്ത് അവരെന്ത് ചെയ്യും? ഈ ഫിക്സഡ് പീരിയോഡിക് പേയ്മെൻറ്റ് കൊടുക്കും. ഇവഞ്ച്വലി അവരെന്ത് ചെയ്യും? എപ്പോഴാണോ ആ സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി പീരീഡ് വരുന്നത് ആ സമയത്ത് ആ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യും. ഓക്കെ, വൈ ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്? നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ഒരു ഇൻവെസ്റ്റർ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്? ശരിക്കും എന്താണ്, ഒരു ഫിക്സഡ് പീരിയഡ് പേയ്മെൻറ്റ് അവർ എഗ്രി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡിൽ അവർ പ്രിൻസിപ്പൽ എമൗണ്ടും റീപേ ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും എന്താണ്? അഷ്വേർഡ് റിട്ടേൺസ് ആണ് അല്ലേ? ഫിക്സഡ് പീരിയഡ് പേയ്മെൻറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴത്തേക്കും റിസീവ് ചെയ്യുന്നുള്ളത് ഇൻവെസ്റ്ററിന് ഷുവറാണ്. ഓക്കെ, so another important is that fixed income securities can be a well diversified portfolio. Fixed income security എന്ന് പറയുന്നത് വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു റിട്ടയർ ചെയ്ത പേഴ്സൺ ആണെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് കൂടുതൽ സെക്യൂർ ആണ്. ലോ റിസ്കി വേ ടു ജനറേറ്റ് സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം ആണ്. അതായത് റിട്ടയർ ഒക്കെ ചെയ്ത ആൾക്കാർക്ക് അവരുടെ ഫിക്സഡ് ഇൻകം ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് സെക്യൂർഡ് ആണ്, ലോ റിസ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് പീരിയഡ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യും, അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എന്ത് ചെയ്യും? ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രിൻസിപ്പൽ എമൗണ്ട് റിസീവ് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് നമുക്ക് ഫിക്സഡ് പീരിയോഡിക് പേയ്മെൻ്റ് ആയിട്ട് കമ്പനി തരാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ അറിയാം. ഓക്കെ, നമ്മൾ ആ കമ്പനിയിൽ ആ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കമ്പനിയിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിന് എത്ര ഫിക്സഡ് പീരിയഡ് പേയ്മെൻറ്റ്സ് ഉണ്ടെന്ന് ആദ്യം തന്നെ അവരെന്ത് ചെയ്യും? ഇൻഫോം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ആ പ്രിൻസിപ്പൽ എത്രയാണോ നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ആ എമൗണ്ട് റീപേ ചെയ്യും. സോ വാട്ട് ആർ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്? നമുക്കറിയാം ഒരുപാട് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ നമ്മളിവിടെ കോട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് സെക്യൂരിറ്റീസ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. First one is debentures. Okay, debentures. Okay, debentures also have all the characteristics of fixed income securities. First of all, fixed periodic payment തരും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് മെച്യൂരിറ്റി പീരീഡ് ആകുന്ന സമയത്ത് റിസീവ് ചെയ്യുകയും ചെയ്യും. സോ ഡിബഞ്ചേഴ്സ് മീൻസ് ഇറ്റ് ഈസ് ദ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് അൺസെക്യൂർഡ് ബൈ കൊളാട്രൽ. അതായത് ഒരു കമ്പനിയുടെ അസറ്റിൻ്റെ ബാക്കപ്പ് ഇല്ലാതെ റേസ് ചെയ്യുന്നതാണ് എന്ത്? ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഡിബഞ്ചേഴ്സ് നമ്മൾ എപ്പോഴും എന്തിനാണ് പറയുന്നത്? കൂപ്പൺ റേറ്റ്
അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു കൊളാട്രൽ ബാക്കപ്പ് ഇല്ലാതെയാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഡിബഞ്ചേഴ്സ് റിലേ ഓൺ ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ ഇഷ്യൂവർ ഫോർ ദ സപ്പോർട്ട്. അതായത് നമ്മൾ ഒരു കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ബോത്ത് കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെൻറ്റ്സ് ഫ്രീക്വൻ്റ്ലി ഇഷ്യൂ ഡിബഞ്ചേഴ്സ് ടു റേസ് ദ ക്യാപിറ്റൽ ഓർ ഫണ്ട്സ്. ഗവൺമെൻറ്റ്സും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനീസും അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാനും ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. വി ഓൾ നോ ദാറ്റ് വാട്ട് ഓൾ ആർ ദ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് or financial market and institutions. Okay, what is the money market? Money market means a financial market where securities with short term and highly liquid debt securities are traded. വളരെ കുറവ് ഷോർട്ട് ടൈം സ്പാൻ ഉള്ള സെക്യൂരിറ്റീസ്, അതായത് 1 ഇയറോ ലെസ്സോ ആയിരിക്കും ആ സെക്യൂരിറ്റീസിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റിൽ. സോ മണി മാർക്കറ്റ് കംപ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ് ദാറ്റ് ഹാവ് ഷോർട്ട് ലൈഫ് ഇൻ കമ്പാരിസൺ ഓഫ് അതർ സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പം എന്തായിരിക്കും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്? that means the financial instruments with the short term maturity up to 1 year. ഓക്കെ, 1 ഇയറിനുള്ളിൽ തന്നെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ റേസിംഗ് ക്യാപിറ്റൽ ഫോർ ദ ഇഷ്യൂവർ. ഒരു ഇഷ്യൂവറിന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. These are the debt securities that offer a fixed rate and generally unsecured. Unsecured means it is not backed by any asset of the company. അതായത് ഒരു അസറ്റും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്ലെഡ്ജ് ചെയ്യുന്നില്ല. There is no collateral backup the securities. Unsecured means it is not secured. Okay, then collateral means it is not backed up by any asset of the company. So the risk of നോൺ റീപേയ്മെൻറ്റ് ഈസ് വെരി ഹൈ. അതായത് കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും തന്നെ ബാക്കപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കൂടുതലാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് എൻഷുറിംഗ് ദാറ്റ് issuer don't default, which makes them to go to the avenue for investors looking for the option to park their money for short term and earn fixed return on the same. അതായത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു കൊളാട്രൽ കൊണ്ടൊന്നും നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നില്ല. സോ നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഓരോ കമ്പനിയുടെയും ക്രെഡിറ്റ് വർത്തിനെസ്സിനെ ബാക്കപ്പ് ചെയ്തിട്ടായിരിക്കും. ഇനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ട്രഷറി ബിൽ. ഓക്കെ, Treasury bills means it is the short-term borrowing of central government and issued by RBI. അതായത് സെൻട്രൽ ഗവൺമെൻറ് മണി റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇഷ്യൂഡ് ബൈ RBI. ഓക്കെ, then it is the safest money market instrument because it has low risk and low return. Okay, ട്രഷറി ബില്ലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാസ് ലോ റിസ്ക് ആൻഡ് ലോ റിട്ടേൺ. ഓക്കെ, TB ഈസ് സർക്കുലേറ്റഡ് ഇൻ പ്രൈമറി മാർക്കറ്റ് ആസ് വെൽ ആസ് ദ സെക്കൻഡറി മാർക്കറ്റ്. അത് എന്ന് പറയുന്നത് ട്രഷറി ബിൽസ് നമുക്ക് പ്രൈമറി മാർക്കറ്റിലും സെല്ല് ചെയ്യാം, അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ സെല്ല് ചെയ്യാം. ഓക്കെ, they have short-term maturities with highest up to 1 year. ഒരു ട്രഷറി ബില്ലിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് അപ് ടു 1 ഇയർ മാത്രമേ ഉള്ളൂ. കറൻ്റ്ലി ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് വിത്ത് 3 ഡിഫറെൻറ്റ് മെച്യൂരിറ്റി പീരിയഡ്. ഓക്കെ, which are 91 days T-bills, 182 days T-bills, and 364
ഡേയ്സ് ഓഫ് ട്രഷറി ബിൽസ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ട്രഷറി ബിൽസിന് 4 കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. 3 ഡിഫറെൻറ്റ് മെച്യൂരിറ്റി പീരീഡ്സ് അല്ല, 4 ഡിഫറെൻറ്റ് മെച്യൂരിറ്റി പീരീഡ്സ് ആണ്. അതായത് 14 ഡേയ്സ്, 91 ഡേയ്സ്, 182 ഡേയ്സ് ആൻഡ് 364 ഡേയ്സ് ട്രഷറി ബിൽസ്. അപ്പം ഈ നമ്മളിപ്പോൾ പറഞ്ഞു 91 ഡേയ്സ് ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ 91 ഡേയ്സ് മാത്രം, അല്ലെങ്കിൽ 14 ഡേയ്സ് ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ 14 ഡേയ്സ് മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ, മെച്യൂരിറ്റി ഉണ്ടാവുള്ളൂ. 14 ഡേയ്സ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, മെച്യൂരിറ്റി എക്സ്പയർഡ് ആയിട്ട് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യാം. അപ്പോൾ 91 ഡേയ്സ് എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി 91 ഡേയ്സ്, 182 ഡേയ്സ് എന്ന് പറയുമ്പോൾ 182 ഡേയ്സ് ആയിരിക്കും മെച്യൂരിറ്റി ഉണ്ടാവുക, 364 എന്ന് പറയുമ്പോൾ 1 ഇയർ ആയിരിക്കും മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ, ഇനി 14 ഡേയ്സിൻ്റെ ട്രഷറി ബിൽസ് ആണെങ്കിൽ അതിന് ഓപ്ഷൻസ് നടത്തും. ഓക്കെ, ഗവൺമെൻറ് ഓപ്ഷൻസ് എല്ലാ ഫ്രൈഡേ ആണ് 14 ഡേയ്സിൻ്റെ ട്രഷറി ബിൽസിന് നടത്തുന്നത്. നോട്ടിഫൈഡ് എമൗണ്ട് എന്ന് പറയുന്നത് 100 crores ആണ്. ഇനി 91 ഡേയ്സിൻ്റെ ട്രഷറി ബിൽസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഫ്രൈഡേ തന്നെയാണ്. നോട്ടിഫൈഡ് എമൗണ്ട് 100 crores ആണ്. 182 ഡേയ്സ് ആണെങ്കിൽ എവറി ഓൾട്ടർനേറ്റീവ് വെനസ്ഡേ. ഓക്കെ, ഓരോ ഓൾട്ടർനേറ്റീവ് വെനസ്ഡേയിലാണ് അവർ ഓപ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. 100 crores ആണ് അതിൻ്റെയും നോട്ടിഫൈഡ് എമൗണ്ട്. ലാസ്റ്റ് 1 ഇയർ, അതായത് 364 ഡേയ്സ് ട്രഷറി ബിൽസ്, അതിൻ്റെയും ഓപ്ഷൻ എന്ന് പറയുന്നത് എവറി ഓൾട്ടർനേറ്റീവ് വെനസ്ഡേ ആണ്. നോട്ടിഫൈഡ് എമൗണ്ട് എന്ന് പറയുന്നത് 500 crores ആണ്. So the treasury bills will be issued at discount. Then at the maturity time the investor gets the face value amount. നമ്മൾ ട്രഷറി ബിൽസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ 100 ഫേസ് വാല്യൂ ഉള്ള ട്രഷറി ബില്ല് 80 റുപ്പീസിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ മെച്യൂരിറ്റി പീരീഡ് ആവുന്ന സമയത്ത് ഇൻവെസ്റ്ററിന് പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുമ്പം അതിൽ ഫേസ് വാല്യൂ ആയിട്ടുള്ള 100 റുപ്പീസ് തന്നെ റീപേ ചെയ്യും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ വാല്യൂ ആൻഡ് ദ ഫേസ് വാല്യൂ ഈസ് ദ റിട്ടേൺ ഏൺഡ് ബൈ ദ ഇൻവെസ്റ്റർ. അതായത് നമ്മൾ മേടിച്ച 80 റുപ്പീസും പിന്നെ റീപേ ചെയ്യുന്ന 100 റുപ്പീസ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് ഏൺ ചെയ്തത്. ഒരു റിട്ടേൺ ഏൺ ചെയ്തത് ഇൻവെസ്റ്റർ എത്ര റിട്ടേൺ ഏൺ ചെയ്തെന്ന് ചോദിച്ചാൽ ആ 20 ആയിരിക്കും റിട്ടേൺ ഏൺ ചെയ്യുന്നത്. They are the safest short-term fixed income investment as they are backed up by the government of India. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് TBLs എന്ന് പറയുന്നത്, because it is backed up by the government of India. Next one, second category of money market instrument, that is commercial purpose. Commercial papers means it is the short term debt instrument issued only by the large well known credit worthy companies. Okay, credit worthiness ഉള്ള വെൽ നോൺ ആയിട്ട് പോപ്പുലർ ആയിട്ട് ലാർജ് സ്കെയിലിൽ ട്രേഡിംഗ് നടത്തുന്ന വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, commercial papers are generally used by various companies to fund their short-term working capital. Short-term working capital needs fulfill ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാർജർ കമ്പനീസ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. Okay, these instruments are not backed up by any asset of the company, so it is unsecured. Okay, this is the investment in commercial papers is purely based on the credit worthiness of a company. Corporate companies, primary dealers and all India financial institutions can issue commercial papers. Okay, commercial papers are taken by the companies directly from the market without a bank. ഒരു ബാങ്കിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ കമ്പനീസ് നേരിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ്സ് മെച്യൂരിറ്റി ഈസ് ഇൻ ബിറ്റ്വീൻ 15 to 1 year. This is unsecured, which means it is not backed up by any collateral securities. The minimum rate is 5 lakh and multiples of 5 lakh. Okay, commercial papers are the debt instrument issued by corporate companies for raising short term funds from the money market. Money market നിന്ന് ഷോർട്ട് ടേം ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 2 types of commercial papers ഉണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ ഡയറക്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പറും ഡീലർ കൊമേഴ്ഷ്യൽ പേപ്പറും.
ഓക്കെ, വാട്ട് ഈസ് ഡയറക്റ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ മീൻസ് ഇറ്റ് ഡയറക്റ്റ്ലി സെല്ല് ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും കമ്പനി നേരിട്ടായിരിക്കും. ഡീലർ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് മീൻസ് ദിസ് വിൽ ബി മാനേജ്ഡ് ബൈ എ ഇൻ്റർമീഡിയറി. ഓക്കെ, then no asset is pledged, short term money market instrument ആണ്. it consists of a promise, only promissory note മാത്രമാണ് എന്ത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. CP have a fixed maturity period ranging from 7 days to 270 days. ഓക്കെ, ഇപ്പം മെച്യൂരിറ്റി ഡേറ്റ്സ് 50 days to maximum 1 year ആക്കിയിട്ടുണ്ട് കേട്ടോ. hence the investors can trade this instrument in the secondary market. They offer relatively higher returns compared from that of treasury bills. treasury bills കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഹയർ റിട്ടേൺസ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എത്രത്തോളമാണോ ഹോൾഡിംഗ് പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നത് അതിനനുസരിച്ച് റിട്ടേണും ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ, third one, that is third category of money market instrument, that is certificate of deposit. Certificate of deposits are the financial assets that are issued by banks and financial institutions. They offer fixed interest rate on the invested amount. ബാങ്ക്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് CD ഇഷ്യൂ ചെയ്യുക. ദേ പ്രൊവൈഡ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദ ഇൻവെസ്റ്റഡ് എമൗണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ CD ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ദാറ്റ് the value of principal amount that can be invested. Okay, principal amount നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. The former is issued for large sum of money, 1 lakh or multiples of 1 lakh ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓൺലി ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, certificate of deposit is issued in dematerialized form or as an unsecured promissory note. ഒന്നെങ്കിൽ അതൊരു dematerialized form, ഡിജിറ്റൽ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ അതൊരു unsecured promissory നോട്ടിൻ്റെ ഫോമിലായിരിക്കും. ഓക്കെ, CD have a fixed maturity date and that cannot be withdrawn prior to the date. ഒരു മെച്യൂരിറ്റി ഡേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനുണ്ട്. അതിനു മുമ്പ് നമുക്കൊരിക്കലും മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുമ്പ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. CD is not held in electronic form, can be transferred. Okay, that means certificate of deposit is not held in electronic form, can be transferred by endorsement and delivery. എൻഡോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ ഡെലിവറി വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CD ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. CD is held in the form of DMAT. അതായത് സെബിയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം ഡിമാറ്റ് സെക്യൂരിറ്റീസിൻ്റെ ഉള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, then CD is issued for minimum of rupees 1 lakh and multiples of 1 lakh. 1 lakhും അതിൻ്റെ മൾട്ടിപ്പിൾസിലാണ് നമ്മൾ CD ഇഷ്യൂ ചെയ്യുക. CD issued by the bank, maturity period is 7 to 1 year. ഇപ്പോൾ ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 7 to 1 year ആവാം. അതേസമയം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 year to 3 year ആവാം, but not above the 3 year. That is, bank ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 7 days to 1 year ആണ്. അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 year to 3 year ആണ്. നെക്സ്റ്റ് ആണ് നോക്കാം, റീപർച്ചേസ് എഗ്രിമെൻറ്റ്, ഓൾസോ നോൺ ആസ് റീപോസ് ഓർ ബൈബാക്സ്. റീപർച്ചേസ് എഗ്രിമെൻറ്റ്സ് ആർ ദ ഫോർമൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് where one party sells a security to another with the promise to buy it back at the later date from the buyer. It is known as self-buy transaction. അതായത് എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, എയും ബിയും ഉണ്ട്. എ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എയുടെ കമ്പനിയിലുള്ള സെക്യൂരിറ്റി ബിക്ക് സെൽ ഓഫ് ചെയ്യും. ഓക്കെ, സെൽ ഓഫ് ചെയ്യുമ്പം തന്നെ ബി ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇന്ന ഡേറ്റിൽ ഞാൻ എന്ത് ചെയ്യും, ഈ സെല്ല് ചെയ്ത സെക്യൂരിറ്റി തിരിച്ച് ബൈ ബാക്ക് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതെന്ത് ചെയ്യും, മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോഴത്തേക്കും ബി തിരിച്ച്
ബി എക്ക് തിരിച്ചു കൊടുക്കും. അതിനെയാണ് റീപർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോൺ ആസ് ബൈ ബാക്ക് ഓർ സെൽഫ് ബൈ ട്രാൻസാക്ഷൻസ്. In this, two parties are involved, where one party agrees to one party sells the security to another, and the second party promised to buy it back at a buy it back. Okay. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിക്ക് ഒരു ഫോർമൽ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എയുടെ സെക്യൂരിറ്റി ബിക്ക് സെൽ ഓഫ് ചെയ്യുന്നു. ബി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബി അത് എഗ്രി ചെയ്തിട്ട് മെച്യൂരിറ്റി ടൈമിൽ ബി എക്ക് അത് സെൽ ഓഫ് ചെയ്യാമെന്ന് പറയുന്നു. ആ മെച്യൂരിറ്റി പീരീഡിൽ എ ബിയുടെ കയ്യിൽ നിന്നും ആ സെക്യൂരിറ്റി ബൈ ബാക്ക് ചെയ്യുന്നു. അതാണ് റീപർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. The seller buys the security at a predetermined time. The amount which is also included interest rate at which the buyer agreed to buy the security. അതായത് എ എന്ത് ചെയ്യുന്നു, ഒരു പ്രീഡിറ്റർമൈൻഡ് ടൈമിലും എമൗണ്ടിലും ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടി ബേസ് ചെയ്തിട്ട് ബയറിന് എന്ത് കൊടുക്കുന്നു, സെക്യൂരിറ്റി സെല്ല് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ്ഡ് ബൈ ദ ബയർ ഫോർ എഗ്രീയിങ് ടു ബൈ ദ സെക്യൂരിറ്റി ഈസ് കോൾഡ് റിപ്പോ റേറ്റ്. ഏത് ഇൻട്രസ്റ്റ് റേറ്റിലാണോ ആ ബയർ സെക്യൂരിറ്റീസ് ബൈ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തേക്കുന്നത്, ആ റേറ്റിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോസ് കം ഇൻ ഹാൻഡി വെൻ ദ സെല്ലർ നീഡ്സ് ഫണ്ട് ഫോർ ഷോർട്ട് ടേം. ആക്ച്വലി ഈ റീപർച്ചേസ് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു പക്ഷേ എ കമ്പനിക്ക് ആവശ്യത്തിനുള്ള ഷോർട്ട് ടേം ഫണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാവും. സോ ഹി ക്യാൻ സെൽ ദ സെക്യൂരിറ്റീസ് ആൻഡ് ഗെറ്റ് ദ ഫണ്ട്സ് ടു ഡിസ്പോസ്. അങ്ങനെയുള്ള ഷോർട്ട് ടേം റിക്വയർമെൻറ്റ് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യും. ഓക്കെ, അതേസമയം ബയറിന് എന്ത് കിട്ടുക, ബയർ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലറിന് ആ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്ത് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ബയറിന് സെല്ലർ എന്ത് ചെയ്യണം, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യുകയും വേണം. ഓക്കെ, റീപർച്ചേസ് എഗ്രിമെൻറ്റ് ഓർ റിപ്പോ. ഏത് റേറ്റിലാണോ സെല്ലർ ബയറിന് സെക്യൂരിറ്റി കൊടുക്കുന്നത്, ഓക്കെ, സെല്ലർ ബയറിന് കൊടുക്കുന്ന സമയത്ത് ബയർ എമൗണ്ട് സെല്ലറിന് കൊടുക്കുന്നു. സെല്ലർ എന്ത് ചെയ്യും, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ബയറിന് കൊടുക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് മീൻസ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് issued by individual or corporation in the name of bank is known as bankers acceptance. Okay, bankers acceptance means the bank agrees that or guarantees that the buyer will pay the seller at the future date. Okay, നമ്മളിവിടെ 3 കമ്പനീസ് ഉണ്ടാവും. ഓക്കെ, എ ഉണ്ട്, സി ഉണ്ട്, ഇൻ്റർമീഡിയറി ആയിട്ട് നമ്മൾ ബി, ഒരു ബാങ്കാണ് ബി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ കമ്പനി എ എന്ത് ചെയ്യുന്നു, സിക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുക്കുന്നു. അത് ഗ്യാരണ്ടി ചെയ്യുന്നത് ഒരു ബാങ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, that is bank guarantees that the buyer will pay the seller the amount in future. The firms with strong credit worthiness can draw such bills. അങ്ങനെ ഡ്രോ ചെയ്യുന്നത് ക്രെഡിറ്റ് വർത്തിനെസ് ഒരുപാടുള്ള കമ്പനീസ് ആയിരിക്കും ഇത് ഡ്രോ ചെയ്യുന്നത്. This maturity period is in between 30 to 180 days. Common maturity period എന്ന് പറയുന്നത് 90 days ആണ്. Company use bankers acceptance to finance export and import expenses. എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, ഫിനാൻസിന് വേണ്ടിയിട്ടാണ് ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ് നോട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അൺസെക്യൂർഡ് സെക്യൂരിറ്റീസ്. ദാറ്റ് ഈസ് അൺസെക്യൂർഡ് സെക്യൂരിറ്റീസ് മീൻസ് നോ അസറ്റ് ഈസ് പ്ലഡ്ജ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അസറ്റും ബാക്കപ്പ് ചെയ്തിട്ടില്ല. Okay, bankers acceptance is issued at discount price and actual price is paid to the holder at the maturity. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും റീപേ ചെയ്യുന്നത് ആക്ച്വൽ പ്രൈസിലായിരിക്കും. സോ ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും ഇൻവെസ്റ്ററിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ദറ്റ് ഈസ് തേർഡ് കാറ്റഗറി ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്.
Government securities is a bond or other type of debt obligation that is issued by government with promise of repayment upon the securities maturity date. Government issue ചെയ്യുന്ന securities ആണ് government securities എന്ന് പറയുന്നത്. Okay, government securities usually consider low risk investment because they are backed up by taxing power of the government. Government issue ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് എന്തായിരിക്കും, low risk ആയിരിക്കും ഉണ്ടാവുക. Government securities, that is GSEC, is tradable instrument issued by the central government or state government. Central government or state government issue ചെയ്യുന്ന financially tradable instruments ആണ് government securities എന്ന് പറയുന്നത്. Such securities have very short term, that is usually called treasury bills and etc. Okay, treasury bills ആണ് ഷോർട്ട് ടേമിൽ ഉണ്ടാവുക. ലോങ് ടേം എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോൺസും ഡേറ്റഡ് സെക്യൂരിറ്റീസ് ഒക്കെയാണ് ഉണ്ടാവുക. In India, central government issues both treasury bills and bonds and dated securities, while state government issues only bonds or dated securities, which are called state developing loans. Okay, these government securities carry practically no risk of default and hence they is called risk-free gilt-edged securities. What is gilt-edged securities means? എന്താണ് gilt-edged securities means the securities which issued by the government backed up by the RBI. Okay, government securities are tradable debt instruments issued by the government for meeting the financial requirement. The term gilt-edged means of the best quality. Okay, this is because government securities do not suffer from the risk of default and highly liquid because they can be easily sold in the market at the current price. Okay, the open market operation of RBI are also conducted such securities. ഇനി എന്താണ് state government securities എന്ന് പറയാം. These are issued by the state government but the RBI coordinates actual process of selling these securities. Issue ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും RBI ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ സേഫ്റ്റി, ലോവർ വൊളാറ്റിലിറ്റി, പിന്നെ ഹയർ ലിവറേജ്, നോ TDS, ഗ്രേറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ, ആഡിക്വേറ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. സേഫാണ്. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഹൈലി ലിക്വിഡാണ്. വി ക്യാൻ ഈസിലി കൺവേർട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റി ടു ക്യാഷ് അറ്റ് എനി ടൈം. സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, that is idle funds can be invested in government securities. Helpful for effective fund management, that is manager can anyone can invest fund in government securities because it is effectively managed by the professionals. Helpful to meet the statutory requirements and also it is a source of fund to the government and also it helps to control the inflation. Last one ആണ് bonds. Bonds means these are the fixed income securities that are issued by corporation and the government. Corporations or government issue ചെയ്യുന്ന ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ് ബോൺസ് എന്ന് പറയുന്നത്. to raise the money for the business expansion or financing new project. കമ്പനിയുടെ എക്സ്പാൻഷനോ ന്യൂ പ്രോജക്ട്സിനെ ഫിനാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. ദേ ആർ ഇഷ്യൂഡ് അറ്റ് ദ ഡിസ്കൗണ്ട് പ്രൈസ് on their face value and can be traded in the secondary market. Secondary marketലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. Thus the investor earns guaranteed profit as the bonds are redeemed at the face value on the maturity. ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റിലും റിഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂയിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ ഡിസ്കസ് ചെയ്തത്. So we can revise what all we have studied in this class so far. First we discussed what is fixed income securities. Fixed income securities are issued by the government or corporation to finance or expand their operations. രണ്ട് കാറ്റഗറീസ് ഉണ്ട്, രണ്ട് അഡ്വാൻറ്റേജ് ആണുള്ളത്. ഒന്ന് ഫിക്സഡ് പീരിയഡ് പേയ്മെൻറ്റും കിട്ടും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് മെച്യൂരിറ്റി പീരീഡിൽ റിസീവ് ചെയ്യും. Next, why we have to invest in fixed income securities. സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം ആണ്, അതുപോലെ തന്നെ ലോ റിസ്ക് ആണുള്ളത്, ഗ്യാരൻറ്റീഡ് റിട്ടേൺ ആണ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഫിക്സഡ് പീരിയഡ് പേയ്മെൻറ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് നമ്മൾ അൺസെക്യൂർഡ് ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പിന്നെ എന്താണ്, കൊളാട്രൽ ബാക്കപ്പ് ഉണ്ടാവില്ല. ക്രെഡിറ്റ് വർത്തിനെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഷോർട്ട് ടേം ഫണ്ട്സ്, ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരീഡുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്ന ടൈപ്സ് നോക്കി, അതായത് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, then repurchase agreements, then fifth one bankers acceptance. പിന്നെ തേർഡ് കാറ്റഗറി ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്താണെന്ന് നോക്കി, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ലോ റിസ്ക് ആണ്, റിട്ടേൺ അഷ്വേർഡ് ആണ്. പിന്നെ അതിൽ തന്നെ എന്താണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു. എന്താ ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ്? മീൻസ് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി, ബിക്കോസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡു നോട്ട് സഫർ ഫ്രം റിസ്ക് ഓഫ് ഡിഫാൾട്ട് ആൻഡ് ഹൈലി ലിക്വിഡ്. അതുകൊണ്ടാണ് ഗിൽറ്റ് എഡ്ജ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമ്മൾ കണ്ടു. ദീസ് ആർ the securities which is issued by state government but it is controlled and backed by the RBI. Last one is bond. Bond is the fixed income securities which is issued by corporations and the government to raise the funds for business expansion and financial of new projects. ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും, റീപേ ചെയ്യുന്നത് ആക്ച്വൽ വാല്യൂവിലായിരിക്കും. സോ റിട്ടേൺ ഈസ് അഷ്വേർഡ്. പിന്നെ നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ ബോണ്ട്സിൻ്റെ ഫീച്ചേഴ്സ്, ബോണ്ട്സിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്, ടൈപ്സ് ഓഫ് ബോണ്ട് റിസ്ക്, അതിൻ്റെ വാല്യുവേഷൻ ഓഫ് ബോണ്ട്സ് ഒക്കെയാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. താങ്ക് യു.